ഹായ്, ഒരു ചെറിയ സ്റ്റോറി പണ്ട് പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ഓർത്തായിരുന്നു. അന്ന് അതിന് പറ്റിയില്ല. അപ്പോൾ ഇപ്പം അങ്ങ് പിടയ്ക്കുവാണ്. ഒരു കൊട കിട്ടി. ആ സമയത്താണ് പഴയൊരു സ്റ്റോറി ഓർത്തത്. ഞാൻ മുകേഷ് അംബാനിക്ക് വേണ്ടി ഒരു 10 മാസത്തോളം ജോലി ചെയ്തിരുന്നു റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ആ സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് കാലത്തേന് ഒരു 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ റിലയൻസിൻ്റെ എംബ്ലം ഉള്ളൊരു കൊട നമുക്ക് 100 രൂപയ്ക്ക് കിട്ടും. 300 രൂപയാണ് അതിൻ്റെ MRP വരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള കൊട. പുഷ് ബട്ടൺ അല്ല പ്രസ് ബട്ടണൊക്കെ ഞെക്കിയാൽ തുറന്നു വരുന്ന കൂട്ട് നല്ല നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കൊട. അന്നേരം ഇത് ഞാൻ ക്യാഷ് കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാരോട് പറയുമ്പോൾ ആൾക്കാർ പറയുമായിരുന്നു, നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചുവന്നുകൊണ്ട് കിടക്കണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. അപ്പം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്ന അവരോട് പറഞ്ഞു കൊടുക്കും, സാർ ഇതിന് 300 രൂപയാണ് MRP വരുന്നത്, ഈ ക്വാളിറ്റിയുള്ള കൂടെ എത്രയാകും, ഇതിന് പരസ്യമുണ്ട് ശരിയാണ്, പക്ഷെ ഇത് 100 രൂപയ്ക്കാണ് തരുന്നത്, 1000 രൂപയുടെ മുകളിൽ ഉള്ള ബില്ലുകൾക്കാണ് ഈ ഓഫർ ഉള്ളത്. അപ്പം ഞാനത് സാറിൻ്റെ അറിവിലേക്കായി പറഞ്ഞു എന്നേ ഉള്ളൂ. മേടിക്കണമെന്നൊന്നുമില്ല, ഒരു 10-15 എണ്ണം സ്റ്റോക്കുള്ളൂ, ഒരുപാട് സ്റ്റോക്കൊന്നുമില്ല. സാറിൻ്റെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബില്ല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇത് അടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇത് എപ്പോഴും സാർ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കാറിലോ അല്ല ബൈക്കിലോ കുട ഇല്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും, അത്യാവശ്യ സമയത്ത് എടുക്കാം. ഈ 90% ആൾക്കാരുടെ കാറിലും പെർമനൻ്റ് ആയിട്ടൊരു കുട ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അവരൊന്ന് ചിന്തിക്കും, 100 രൂപയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കാറിലാണെങ്കിൽ പോലും ഇരുന്ന് മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം, മേടിക്കും. സം ടൈം നെസസിറ്റി